ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ടോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ബാക്കി ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അവിടെ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 2 kg ടോൾ കേക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും ഓരോ കിലോ വീതമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കിയെടുത്ത് 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ. 2 7 ഇഞ്ചിൻ്റെ പാനിലായിട്ടാണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് അങ്ങ് ബേക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് ഓവനിലാണ്, ഇത് ഓവനിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. മറ്റേത് നമ്മൾ നോർമൽ പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. രണ്ടിൻ്റെയും വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിച്ച് തരാഞ്ഞത്. രണ്ടും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് 3 ലെയേഴ്സായിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. ഒന്ന് 3 ലെയറും മറ്റേത് 3 ലെയർ, അങ്ങനെ ടോട്ടൽ 6 ലെയേഴ്സായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 8 ഇഞ്ചിൻ്റെ പാനിലും മോൾഡിലും നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ നല്ല ഹൈറ്റ് കിട്ടില്ല. ഹൈറ്റുള്ള കേക്ക് ആകുമ്പോൾ നല്ല കാണാൻ ഭംഗി. അപ്പോൾ ഞാനിത് രണ്ടും 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്കിത് ടോട്ടലായിട്ട് 6 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ബേക്കിംഗ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കിയാൽ മതി. അങ്ങനെ 6 ലെയേഴ്സും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാം, അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാം, അതൊക്കെ ഞാൻ വീഡിയോ മുന്നേ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ മുഴുവനായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം 6 ലെയേഴ്സും. പിന്നെ നമ്മൾ ഓരോ ലെയേഴ്സ് വെക്കുന്ന സമയത്തും സൈഡ് ഇതുപോലെ അങ്ങ് വടിച്ചിട്ട് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. സൈഡ് നമ്മൾ പാൽ നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓരോ ലെയർ വെക്കുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ലെവലായിട്ട് കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടില്ല. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കേക്കിൻ്റെ ക്രംസൊക്കെ പുറത്തേക്ക് കാണാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ലെയറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ചെയ്യാൻ നല്ലത്. നല്ല ഹൈറ്റ് ലെവൽ, നമ്മളെ അടുത്തുള്ള സ്ക്രാപ്പർ ചെറുതാണെന്നുണ്ടെങ്കിൽ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ലെവലാക്കി കൊടുത്താൽ മതി. വലിയ സ്ക്രാപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഒന്ന് ലെവലാക്കി എടുക്കുക. നമ്മൾ ഫൈനൽ എന്താ പറയുക, ഐസിങ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലെവലാക്കിയാൽ മതി. ഇപ്പോൾ ക്രം കോട്ടിങ് അല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പുറത്തൊക്കെ കൊണ്ടുപോകുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് തെന്നിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നല്ല ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ അളവിനനുസരിച്ച് സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇങ്ങനത്തെ സ്റ്റിക്കൊക്കെ നമ്മുടെ ഇപ്പം കേക്കിൻ്റെ ആക്സസറീസ് കിട്ടുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള സ്ട്രോ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കുക. ഈ ഒരു സ്റ്റേജ് വിട്ടു പോകരുത് കേട്ടോ, സ്റ്റിക്ക് വെക്കണേ. എന്നിട്ട് ഇതുപോലെ അവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊരു 1/2 മണിക്കൂർ വെച്ച് കൊടുക്കാം കേട്ടോ. ക്രം കോട്ടിങ് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. ഇനി നമുക്ക് ബാക്കി ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമിലേക്ക് ഒന്ന് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോപ്പ് റെഡ്, മാജിക് റെഡാണ് എടുത്തിട്ടുള്ളത്. റെഡ് ജെൽ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ പീച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ലെമൺ യെല്ലോ കളറും, അതും മാജിക്കിൻ്റെ തന്നെയാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പീച്ച് കളറായിട്ട് കിട്ടും. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കളേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഏത് കളർ മിക്സ് ചെയ്താലും നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കളറ്, ഇപ്പോൾ നമുക്കൊരു ഏതെങ്കിലും എവിടെയും കാണാത്തൊരു കളറ് നമുക്കിപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 കളറൊക്കെ മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു കളർ വാങ്ങിക്കണം എന്ന ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു പീച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ആ 2 കളർ മിക്സ് ചെയ്താൽ ആ ഒരു പീച്ച് കളർ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമ്മൾ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ വലിയൊരു നോസിൽ വെച്ചിട്ട് നമ്മൾ ഐസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസിങ് കഴിയും കേട്ടോ. ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫൈനൽ ഐസിങ് ഇതുപോലൊരു നോസിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വലിയ നോസിലുണ്ടെങ്കിൽ അതാവും. പിന്നെ നോസിലില്ലാത്തവർക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് പാലൻ നൈഫും അതുപോലെ സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ലെവലാക്കി എടുക്കാം. പെർഫെക്റ്റായിട്ട് ഷാർപ്പ് വെച്ച് എങ്ങനെ കിട്ടാം എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ബേക്കിംഗ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ ഈ ഒരു ഐസിങ്ങിൻ്റെ ഓരോ സ്റ്റേജ് വരുമ്പോഴും ഓരോന്നിങ്ങനെ പറയാൻ കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഇടയിലായിട്ട് അത് പറയുന്ന സമയത്ത് ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗവും ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡെക്കറേഷൻ ജോലികളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് ഗോൾഡൻ ഡ്രിപ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഡ്രിപ്പ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡ്രിപ്പാണ് ഇതിന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഗോൾഡൻ ഡ്രിപ്പിന്. 200 സംതിങ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ബോട്ടിലിന് തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഡ്രിപ്പ് എഫക്റ്റ് കൊടുക്കുന്നത്. കൂടുതൽ ഡ്രിപ്പ് ചെയ്യൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ചെയ്താൽ തന്നെ അത് അടി വരെ എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ആക്കി കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് അടി വരെ താഴ്ന്ന് വന്ന് അടിവേക്ക് വരെ എത്തും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല അടിക്ക് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് കണ്ടില്ല, അത്രയും മതി. എന്നാൽ തന്നെ അടി വരെ എത്തും. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ട്രിപ്പിംഗ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റും സ്പ്രിങ്കിൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഗോൾഡൻ ഷുഗർ ബോൾസും ഡെക്കറേഷന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഗോൾഡൻ ഷുഗർ ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഡ്രിപ്പിംഗ് എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു എൻഡിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ വലിയ ഷുഗർ ബോൾസ്, ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ് വെച്ചെടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഷുഗർ ബോൾസ് ഇതിൻ്റെ ഒരു ഭാഗത്ത് സൈഡിൽ ഭാഗത്തൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി, കൂടുതൽ വെച്ചാൽ ബോറായി പോകും കേട്ടോ. അത്രയും മതി. പിന്നെ അതിൻ്റെ മേലെ ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിങ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മേലെ വെക്കാൻ പോകുന്നത് ഫ്ലവറാണ്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ മേലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിക്കുന്ന കേക്കല്ലേ, അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണ്ട എടുക്കുക. അപ്പോൾ ഞാനത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ തണ്ടിൽ നമ്മുടെ ക്ലിം ഫിലിം ഉണ്ടല്ലോ, തണ്ട് കട്ട് ചെയ്തതിന് ശേഷം ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് 2 ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ജസ്റ്റ് എൻഗേജ്ഡ് കാണുന്ന രീതിയിൽ 2 സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ടോൾ കേക്ക് എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. സിമ്പിളല്ല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്